ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഒരു ഈവനിങ് സ്നാക്സിനോ പറ്റിയ നല്ലൊരു ദോശ ഉണ്ടാക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്. കാലത്ത് ഉണ്ടാക്കിയിട്ട് എത്ര സമയം കഴിഞ്ഞാലും അതുപോലെ തന്നെ സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം പാത്രത്തിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി എടുക്കാം. ഇതേ രീതിയിൽ തന്നെ മൈദ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. എന്നാലും ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടാക്കുമ്പോൾ ഗോതമ്പ് തന്നെ എടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ചെറിയൊരു കൂട്ട് അരച്ച് ചേർക്കാനുണ്ട്. തലേ ദിവസം കുറച്ച് ചോറ് ഫ്രിഡ്ജിൽ മാറ്റി വെക്കാനായിട്ട് മറക്കണ്ട. നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ അളവിന് തന്നെ തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ചെറിയുള്ളി ചേർക്കണം. 1/4 ടീസ്പൂൺ അളവിന് ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പൊ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഗോതമ്പിന്റെ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് മുട്ടയാണ് ചേർക്കുന്നത്. 2 മുട്ട എടുത്തിട്ടുണ്ട്. കറി ഇല്ലാതെ കഴിക്കാനായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ മുട്ട ചേർത്താലും കുഴപ്പമില്ല. 3ഓ 4ഓ ഒക്കെ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇനി ഇതിന്റെ കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണിനടുത്ത് ഉപ്പും കൂടെ ചേർക്കാം. മിക്സ് ചെയ്യാനായിട്ട് ഈ തേങ്ങ അരച്ച ജാറിൽ തന്നെ 1 കപ്പ് പച്ചവെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം ചേർത്തിട്ട് നമുക്കിത് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. എളുപ്പത്തിന് ഒരു വിസ്ക് വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ മിക്സിയുടെ വലിയ ജാറിൽ മാറ്റിയിട്ട് 2ഓ 3ഓ സെക്കൻഡ് കറക്കി എടുത്താലും മതി. വേഗം മിക്സ് ആയി കിട്ടും. 1 കപ്പ് വെള്ളം ഇതിന് കറക്റ്റ് ആയിരുന്നു. മാവ് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം തന്നെ ദോശ ഉണ്ടാക്കാം. ദോശക്കല്ല് ചൂടാകുമ്പോൾ അതിലേക്ക് 1.5 സ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കാം. മുകളിലെ ഈ നനവൊക്കെ മാറി ഒരു ഭാഗം റെഡി ആയിട്ട് വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. ഇതിന്റെ മുകളിൽ ഇഷ്ടമുള്ള പോലെ നെയ്യോ ബട്ടറോ ഒക്കെ ചേർത്തിട്ട് എടുക്കാം കേട്ടോ. ഈ ദോശയ്ക്ക് കറി ഇല്ലെങ്കിലും വെറുതെ കഴിക്കാനായിട്ട് നല്ല സ്വാദാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാനായാലും നല്ല സോഫ്റ്റ് ആണ്. ഇത്തിരി പഞ്ചസാര വെതറി കൊടുത്താലും വേറെ കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റും. അപ്പൊ ഗോതമ്പ് ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതുപോലെ 6 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. സാധാരണ ഗോതമ്പ് ദോശ ഇഷ്ടമില്ലാത്തവർക്കും ഇതുപോലെ ഉണ്ടാക്കിയാൽ ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.